വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ പല വീഡിയോയിലും നിങ്ങൾ എല്ലാവരും ചോദിച്ചില്ലേ എവിടെയാ നിങ്ങൾ താമസിക്കുന്നത്, ഏതാ നിങ്ങളുടെ സ്ഥലം എന്ന്. ദാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്ഥലം, മല്ലാപ്പൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ളതാണ്. കുറച്ച് നല്ല മഴയാണ് അല്ലേ, മഴയാണ്. ഇന്ന് ഒരു മൺസൂൺ ഈവനിങ് വ്ളോഗാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ കുറച്ച് മീൻപിടുത്തക്കാരുണ്ട്. ആ മുന്നിൽ പോണത് ഒരു മീൻപിടുത്തക്കാരനാണ്. അപ്പൊ ഇവര് രണ്ടുപേരും മീൻ പിടിക്കാനായിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് നമ്മള് ഒരു വൈകുന്നേരം കുട്ടികളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മള് മീൻ പിടിക്കാൻ പോവാണ് അല്ലെ. ഞങ്ങൾക്ക് എൻജോയ്മെന്റ്, ഇവർക്ക് മീൻപിടുത്തം. അപ്പൊ എന്തായാലും മീൻപിടുത്തവും ഞങ്ങളുടെ ഒരു മൺസൂൺ ഈവനിങ് വ്ളോഗ്. കണ്ടോ നിറയെ മീൻ, എല്ലാത്തിനും പിടിക്കണം. നല്ല മഴയുണ്ടോ പുറത്ത്. വെസ്റ്റേൺ ഗാർഡിന്റെ ഒരു എഫക്റ്റ് ആണ് ഈ മഴ. നമുക്ക് വന്നിങ്ങനെ പെയ്യുന്നത്. നമ്മളെങ്ങനെ പോണത്? സ്ഥലത്തിന്റെ പേര് തെരവാടി തന്നെയാണ്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിന്റെ അടിയിൽ സാധാരണ കുറെ ആളുകൾ മീൻ പിടിച്ച് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം. ഇതൊന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ശരിക്കുള്ള റോഡല്ല അത്, ഇതൊരു ബൈപ്പാസ് വഴിയാണ്. നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ടൗൺഷിപ്പിന് ഏറ്റവും ഈസി റൂട്ട് ഇതാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന വഴി ഇതാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ 16 കിലോമീറ്റർ കട്ടായിട്ട് രണ്ട് സൈഡ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മള് രണ്ട് സൈഡിലും ഇങ്ങനെ പാടുക ഉണ്ടോ. മഴയായൊന്നും കാണാൻ പറ്റില്ല. കാലത്തെ പോണം. മോർണിംഗ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. തണുപ്പ് കാലത്ത് ഡിസംബറിലൊക്കെ ഒന്നും കൂടെ 2 സൈഡ് പോകായിരിക്കും. പിന്നെ ഇത് മഴയായതുകൊണ്ടാണ് ഇവിടെ നിറയെ പശുക്കളുണ്ടാവും. പറഞ്ഞോ പ്ലാൻ പറഞ്ഞോ. രണ്ടു മതി. നമ്മുടെ ചൂണ്ട കണ്ടോ, ഇന്റർനാഷണൽ ചൂണ്ടയാ. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ഒരു ആശ്വാസമായിട്ടുണ്ട്. ഇതാരാ ഇത്?
ഇതാണ് അബി ആൻഡ് ഇതാണ് ആദി. അതാണ് അവൻ. കൊട പിടിച്ചു ഇത് പിന്നെ പുത്തരി അല്ലാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാം വല നെയ്തിട്ട് നീ കാണിച്ചോ. ഇതിലേക്ക് കൂടെ എടുത്തു. ഇങ്ങനെയാണോ? എറിഞ്ഞോ? കണ്ടില്ല. ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ പോവും അങ്ങോട്ട്. ഇതാണ് വഴി. ചൂണ്ടങ്ങനെ പോകും. ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു തവണയല്ല, നമ്മൾ മിനിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ ഏറ്റവും വേണ്ട ക്ഷമയാണ്. നമ്മൾ ആദ്യം ഒന്നും ഇട്ടാലൊന്നും കിട്ടൂല. മോളിൽ കിടന്നത് മഴക്കാറല്ലേ? അതൊക്കെ ഉണ്ടാവും. അടിപൊളി സീനറി. നമുക്ക് മീൻ പിടിക്കാൻ ഉപരി ഈ സീനറിയാണ്. ആ വള്ളവും അല്ലേ, ഒരു മനുഷ്യനുമില്ല. നല്ല ഇല്ലടാ, ആ പോണ വഴിക്ക് അവിടെ കൂരി വെക്കാൻ വെച്ചിട്ടുണ്ട്. നീ കണ്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കണതേ ഈ ഒത്ത നടുവിലത്തേനെ കിട്ടുമോ? അതൊരു ചോദ്യമാണ്. അല്ല, നമുക്ക് ഡാമ്പടം എറിഞ്ഞാലോട്ടോ. എങ്ങനെ അതിൻ്റെ ഒരു രീതി എന്നാ, ചെറിയ ഒഴുക്കുള്ളിടത്ത് നമുക്ക് മീൻ കിട്ടുള്ളൂ. കാരണം ഈ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അവർക്ക് ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടെ വരിക. ഇതിങ്ങനെ പോകട്ടോടാ, ഇറക്കിയാൽ കൂടി എന്തോരം പോകണം അത്രയും പോട്ടെ. ആ മുഴുവൻ പോട്ടെ. എൻ്റെ കെട്ട് കൂടുന്നതനുസരിച്ച് വലിച്ചിട്ടാൽ. നിങ്ങളെന്താ റീലെടുക്കാണോ? ആ 1 2 3 സ്റ്റാർട്ട്. Three, 2, 1, go! Ready? 1, 2, 3, start! എൻ്റെ ഇടയിൽ കൊട എടുക്കാനോ. ഇവിടെ എന്തൊരു തവണ മനസ്സിൽ സാധനം ചാടി. തവണയല്ല, എന്തൊരു സാധനം ചാടി. കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ കാപ്പിയൊക്കെ കാപ്പി എങ്കിലും നടക്കട്ടെ എന്നല്ലേ. നല്ല കട്ടൻ കാപ്പി കൊണ്ടുവന്നത്. ഇടിവെട്ടം കൂടെ വരായിരുന്നു. 2 hours later. എന്നിട്ടെന്താ ഭാവി പരിപാടി? ഇന്ദുചൂടന്റെ ചൂണ്ട മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും വരും. പാടം ഒന്ന് എറിയാൻ പഠിച്ചു. അപ്പോ സാധനം പോയി കേട്ടോ. ഇത്രയും ദൂരം പോയി. ഏകദേശം ഒരു 80 മീറ്റർ എറിയാൻ പഠിച്ചു. മീൻ കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി നിർത്തിയിരിക്കുന്നു. പറഞ്ഞോ, നമ്മള് പ്രഖ്യാപിച്ചു. ടൗൺഷിപ്പിൽ തിരിച്ചു അല്ലേ? അല്ല, രസമായിരുന്നു കേട്ടോ. രസമൊക്കെയാണ്. കാരണം നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ മീൻ പിടിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒരു ബായ് പറഞ്ഞേ. ബൈ ബൈ. ഇന്നത്തെ മീനിൽ അടുത്ത മീൻ പിടിക്കുന്നതാണ്. നെക്സ്റ്റ് ടൈം.